അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 20-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മൻ ഹാദല്ലദി, അതല്ല ആരാണുള്ളത്, ഹുവ ജുന്ദുല്ലക്കും, അവൻ നിങ്ങൾക്ക് സൈനികനായിട്ട്, യൻസുറുക്കും നിങ്ങളെ സഹായിക്കുന്നു, മിൻദൂനി റഹ്മാൻ പരമകാരുണികനെ കൂടാതെ, ഇനിൽ കാഫിറൂന സത്യനിഷേധികളല്ല, ഇല്ലാ ഫീ ഖുറൂർ വഞ്ചനയിലല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തിയെക്കുറിച്ചാണ് ഈ സൂക്തത്തിൽ അല്ലാഹു പറയുന്നത്. അല്ലാഹുവെ കൂടാതെ നിങ്ങൾക്ക് സൈന്യമായിട്ട് ആരുണ്ട് എന്നാണ് ചോദ്യം. ആരുമില്ല എന്ന് കൃത്യമായി ബോധിപ്പിക്കാനാണ് ഈ ചോദ്യം. അതോടൊപ്പം നിങ്ങളെ കാത്ത് രക്ഷിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന, നിങ്ങൾ ആരാധിച്ചിരുന്ന ദൈവങ്ങളും നിങ്ങൾ അവലംബിച്ചിരുന്ന ആളുകളുമൊക്കെ എവിടെ എന്ന പരിഹാസവും ഈ ചോദ്യത്തിലുണ്ട്. യൻസുറുക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന എന്നാണ്. ഭൂമിയിൽ എത്ര തന്നെ ആരെല്ലാം സഹായിച്ചാലും അല്ലാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഒരു സഹായവും പ്രയോജനപ്പെടില്ല. സഹായിക്കാൻ ഏത് ജുണ്ട് പട്ടാളമുണ്ടായാലും, മക്കളുണ്ടായാലും, സമ്പത്തുണ്ടായാലും, അധികാരമുണ്ടായാലും, സ്വാധീനമുണ്ടായാലും അല്ലാഹുവിൻ്റെ ശക്തിക്ക് മുന്നിൽ എല്ലാം തകർന്ന് തരിപ്പണമാകും. യൻസുറുക്കും മിൻദൂനി റഹ്മാൻ പരമകാരുണികനെ കൂടാതെ നിങ്ങളെ സഹായിക്കുന്ന എന്നാണ് ചോദിക്കുന്നത്. മനുഷ്യൻ ബുദ്ധി കൊണ്ടും സാങ്കേതികത കൊണ്ടും കെട്ടിപ്പടുത്ത സുരക്ഷാ വലയങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിലേ ഉപകാരപ്പെടൂ. അതില്ലെങ്കിൽ ആർക്കും ഒന്നും ഉപകാരപ്പെടുകയില്ല. സത്യനിഷേധികൾ ശ്വസിക്കുന്നതും ഭക്ഷിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം റഹ്മാൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അള്ളാഹുവെ നിഷേധിക്കുന്നവർ പോലും ആ റഹ്മത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആരാധനയും പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് വളരെ വലിയ വൈരുദ്ധ്യമാണ്. അള്ളാഹുവിനെ കൂടാതെ എന്ന് പറയാതെ പരമകാരുണികനെ കൂടാതെ നിങ്ങളെ സഹായിക്കുന്ന ആരുണ്ട് എന്നാണ് ചോദ്യം. അഥവാ നിങ്ങളുടെ ഓരോ നിമിഷത്തെ അനക്കവും അടക്കവും എല്ലാം അള്ളാഹുവിൻ്റെ സഹായത്താലാണ്. മനുഷ്യന് ഭയം മാറാൻ ഒന്നുകിൽ അവൻ്റെ കൂടെ വലിയൊരു സൈന്യം വേണം, അല്ലെങ്കിൽ റബ്ബിൻ്റെ കാരുണ്യം വേണം. ഏത് വലിയ സൈന്യവും റബ്ബിൻ്റെ കാരുണ്യമുണ്ടെങ്കിലേ നിലനിൽക്കൂ. അല്ലെങ്കിൽ മനുഷ്യൻ എന്തു തന്നെ ഉണ്ടാക്കിയാലും റബ്ബ് പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ അവൻ നിസ്സഹായനായി പോകും. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കൊറോണ വൈറസിനെ പേടിച്ച് ലോകം മുഴുവൻ വീട്ടിനകത്തേക്ക് ഒതുങ്ങിയ ഒരു കാലമുണ്ട്. അന്ന് റോഡ് ശൂന്യമായിരുന്നു, ആകാശം ശൂന്യമായിരുന്നു, കടൽ ശൂന്യമായിരുന്നു. കോടിക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഇടങ്ങളെല്ലാം ശൂന്യം, നിരത്തുകൾ ശൂന്യം. മനുഷ്യരെല്ലാം ഒരു വൈറസിനെ ഭയന്ന് വീട്ടിനകത്തേക്ക് കൂടി. അഥവാ അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഒന്നിനെയും തടയാൻ മനുഷ്യനാവില്ല. ഭൂചലനത്തെ, കൊടുങ്കാറ്റിനെ, വെള്ളപ്പൊക്കത്തെ, മണ്ണിടിച്ചിലിനെ, ഉരുൾപൊട്ടലിനെ, അഗ്നിപർവ്വത സ്ഫോടനത്തെ ഒന്നും തടയാനാവില്ലെന്ന് മാത്രമല്ല, വ്യക്തി എന്ന നിലക്ക് വരുന്ന രോഗത്തെ തടയാനാവില്ല, തളർച്ചയെയോ തകർച്ചയെയോ തടയാനാവില്ല, അപകടങ്ങളെ തടയാനാവില്ല. എത്രമേൽ നിസ്സഹായനാണ് മനുഷ്യനെന്ന് ഇവയെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ടും ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഖുറൂർ, സത്യനിഷേധികൾ വലിയ ആത്മവഞ്ചനയിലാണ് അകപ്പെട്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. തങ്ങൾ ആരാധിക്കുന്നവ രക്ഷിക്കുമെന്ന വിശ്വാസം, തങ്ങൾ പ്രാർത്ഥിക്കുന്നവ തങ്ങളുടെ തുണക്കെത്തുമെന്ന വിശ്വാസം, ആ വിശ്വാസം വലിയ ആത്മവഞ്ചനയാണ്. പിശാചി നൽകുന്ന കപട സുരക്ഷിത ബോധമാണ്. ഭൗതികതയിൽ അഭിരമിച്ച് ധാർമ്മികത കൈവിട്ട സമൂഹത്തെയെല്ലാം അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ഈ ആയത്ത് അത്തരം പരീക്ഷണങ്ങളിൽ നിന്നും നിങ്ങളെ തടയാൻ ആരുണ്ട് എന്ന ചോദ്യം കൂടിയാണ്. ആധുനിക ലോകത്തെ സൂപ്പർ പവറുകൾ എന്ന് വിശ്വസിക്കുന്നവർ പോലും പ്രകൃതിക്ഷോഭങ്ങൾക്ക് മുന്നിൽ അതിനിസ്സഹായരാണ്. മനുഷ്യർ തങ്ങൾ നിർമ്മിച്ചെടുത്ത ഒരു സാങ്കേതിക ശക്തിയിലും വഞ്ചനയിലകപ്പെടേണ്ടതില്ല. ആയുസ്സും ആരോഗ്യവും സമ്പത്തും നിലനിൽക്കുമെന്ന് കരുതേണ്ടതില്ല. അറിവില്ലായ്മയും അന്ധവിശ്വാസവും കൊണ്ടുണ്ടാകുന്ന അവസ്ഥയെയും ഖുറൂർ എന്ന് പറയും. സത്യനിഷേധം എന്ന് പറയുന്നത് ബുദ്ധിയുടെ പരാജയമാണ്. അതും ഖുറൂറാണ്. അതിലകപ്പെടാതെ അള്ളാഹുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയാലേ രക്ഷയുള്ളൂ. വിശ്വാസികൾക്ക് വലിയ ആശ്വാസവുമാണ് ഈ ആയത്ത്. ശത്രു സൈന്യത്തെയോ അവരുടെ ഒന്നിനെയോ നിങ്ങൾ ഭയക്കേണ്ടതില്ല. കാരണം
അള്ളാഹുവിൻ്റെ ജുണ്ട് സൈന്യം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന കൃത്യമായ ആശ്വാസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.